പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ SDPIക്കും കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയേക്കും. SDPIയുമായി ബന്ധപ്പെട്ട് ED നടത്തുന്ന രാജ്യവ്യാപക റെയ്ഡ് വലിയൊരു സൂചന. പോലീസിനെ പോലും അറിയിക്കാതെ കേന്ദ്രസേനയുടെ സഹായത്തോടെ EDയുടെ ഇരച്ചുകയറ്റം. SDPI സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട്. പണം കൈമാറിയതിന് തെളിവ് കണ്ടെത്തി EDയുടെ സർജിക്കൽ സ്ട്രൈക്ക്. ഡൽഹിയിലെ ദേശീയ ആസ്ഥാനത്തടക്കം 14 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. അതീവ രഹസ്യമായിട്ടായിരുന്നു പരിശോധനകൾ. കേരളത്തിൽ മലപ്പുറത്തുൾപ്പെടെ 3 ഇടത്താണ് പരിശോധന. കനത്ത സുരക്ഷാ വിന്യാസത്തിലാണ് റെയ്ഡ്. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ മുൻപ് കേന്ദ്ര ഏജൻസി പരിശോധനയ്ക്ക് എത്തിയപ്പോൾ വലിയ ചെറുത്തുനിൽപ്പുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ പ്രതിരോധ നീക്കങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. എല്ലായിടത്തും റെയ്ഡ് സമാധാനപരമായി നടത്താൻ EDക്കായി. ഭീകര പ്രവർത്തനത്തിലൂടെ ലഭിച്ച പണം SDPI ഉപയോഗിച്ചെന്നാണ് കണ്ടെത്തൽ. ഇതിന് തെളിവ് തേടിയാണ് റെയ്ഡ്. പോലീസിനെ പോലും അറിയിക്കാതെയാണ് കേന്ദ്രസേനയുടെ സഹായത്തോടെയുള്ള ED റെയ്ഡ് നടന്നത്. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് ED നടപടികൾ. SDPIയുടെ സാമ്പത്തിക ഇടപാട് നിയന്ത്രിക്കുന്നത് നിരോധിത സംഘടനയായ PFI ആണെന്നാണ് ED ആരോപിക്കുന്നത്. SDPIക്കായി തിരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫ്രണ്ടിൽ നിന്നാണ്. SDPI സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് PFI ആണ്. ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായി സാമൂഹിക പ്രസ്ഥാനമായും ഇവർ പ്രവർത്തിക്കുന്നതായും ED വ്യക്തമാക്കിയിരുന്നു. കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അടുത്തിടെ തിരുവനന്തപുരത്ത് SDPI വിജയിച്ചു. ഇതോടെയാണ് SDPI വീണ്ടും ശക്തമായി എത്തുന്നുവെന്ന് കേന്ദ്രം തിരിച്ചറിയുന്നത്. ഈ സാഹചര്യത്തിലാണ് നടപടികൾ. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പോപ്പുലർ ഫ്രണ്ട് സ്വരൂപിച്ച പണം SDPIക്ക് കൈമാറിയതായി ED കണ്ടെത്തിയിരുന്നു. SDPIയുടെ ദേശീയ ആസ്ഥാനമായ ഡൽഹിയിലെ ഓഫീസിലും റെയ്ഡ് നടക്കുകയാണ്. കൂടാതെ തിരുവനന്തപുരം, മലപ്പുറം, ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ, ജാർഖണ്ഡിലെ പാക്കൂർ, മഹാരാഷ്ട്രയിലെ താനെ, ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത, ലക്നൗ, ജയ്പൂർ എന്നിവിടങ്ങളിലും ED റെയ്ഡ് നടക്കുന്നുണ്ട്. രാവിലെ മുതലാണ് പരിശോധന ആരംഭിച്ചത്. കള്ളപ്പണ കേസിലാണ് ഫൈസിയെ ED അറസ്റ്റ് ചെയ്തത്. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഫൈസിയെ കസ്റ്റഡിയിലെടുത്തത്. ഫൈസിയെ ED വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. SDPIക്ക് ഫണ്ട് നൽകുന്നതും നയങ്ങൾ രൂപീകരിക്കുന്നതും പോപ്പുലർ ഫ്രണ്ട് തന്നെയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. 2 സംഘടനയുടെയും പ്രവർത്തകരും ഒന്നു തന്നെയാണെന്നും ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ കഴിഞ്ഞ ദിവസം ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് ED അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ ED ഉദ്യോഗസ്ഥർ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് 2 സംഘടനകളും ഒന്നാണെന്ന് പറഞ്ഞത്. 2018 മുതൽ MK ഫൈസി SDPIയുടെ ദേശീയ അധ്യക്ഷനായി പ്രവർത്തിച്ചു വരികയാണെന്നും ED വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ജിഹാദ് എല്ലാ രൂപത്തിലും നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പോപ്പുലർ ഫ്രണ്ട് SDPI രൂപീകരിച്ചത്. SDPIയുടെ സാമ്പത്തിക അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തത് പോപ്പുലർ ഫ്രണ്ടാണ്. SDPIക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പോപ്പുലർ ഫ്രണ്ട് പണം പിരിച്ചു നൽകി. തിരഞ്ഞെടുപ്പ് ചിലവുകൾക്കായി 3.75 കോടി രൂപ നൽകിയതിന്റെ രേഖകളും ലഭിച്ചുവെന്ന് ED അധികൃതർ വെളിപ്പെടുത്തി. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും അനധികൃതമായി ഫണ്ട് കൈപ്പറ്റി ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ UAPA അഥവാ നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമപ്രകാരം 2022 സെപ്റ്റംബർ 28-നാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 5 വർഷത്തേക്ക് നിരോധിച്ചത്. പല അക്കൗണ്ടുകളിലൂടെ PFIയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ SDPIയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ED പറയുന്നത്. ഇതേപറ്റിയുള്ള ചോദ്യം ചെയ്യലിനു വേണ്ടി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം 12 തവണ നോട്ടീസ് നൽകിയിട്ടും MK ഫൈസി ഹാജരായിരുന്നില്ല. തുടർന്നായിരുന്നു അറസ്റ്റ്. ഇപ്പോൾ നടക്കുന്ന ED റെയ്ഡ് SDPIക്കെതിരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ വൈകാതെ SDPIയെയും നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തേക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനു പുറമെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇക്കാര്യത്തിൽ പരിശോധനകൾ നടത്തുമെന്നാണ് റിപ്പോർട്ട്.